ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സദ്യ സ്പെഷ്യലായിട്ട് നല്ലൊരു കുറുക്ക് കാളൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതിനു വേണ്ടി ഒരു ചെറിയ കഷ്ണം ചേനയും ഒരു നേന്ത്രക്കായയും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകി കുറച്ച് വലിയ സൈസിലുള്ള കഷ്ണങ്ങളായി കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. നേന്ത്രക്കായ അതിൻ്റെ പുറത്തെ പച്ച തൊലി കളഞ്ഞതിന് ശേഷമാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി കഷ്ണങ്ങൾ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 6 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമുളകൊക്കെ ചേർക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഒരു 1.5 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം കഷ്ണങ്ങൾ മുങ്ങി നിൽക്കേണ്ട പാകത്തിന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി 2 കപ്പ് നല്ല പുളിയുള്ള തൈരും 1.5 കപ്പ് ചെറിയ തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ തൈര് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കട്ടയൊക്കെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്താലും മതിയാവും. ഇനി തേങ്ങ കൂടി ഒന്ന് അരച്ചെടുക്കാം. തേങ്ങയിലേക്ക് 1 ടീസ്പൂൺ ജീരകവും പിന്നെ അരഞ്ഞു കിട്ടാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തേങ്ങയും ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കറി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ കുറച്ച് പറ്റി കഷ്ണങ്ങളൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഈ കഷ്ണങ്ങളൊന്നും ഒരുപാട് വെന്തങ്ങൊടഞ്ഞു പോകരുത്. ഞാനിത് തുറന്ന് വെച്ച് ഇതിലെ വെള്ളം നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ കറിയിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ തിളച്ച് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ തൈര് തിളച്ച് വരുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ സമയത്ത് കറിയിലെ ഉപ്പൊക്കെ കുറവാണെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറി ഇപ്പോൾ നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ തൈര് തിളച്ച് വരുന്നതിനനുസരിച്ച് കുറച്ചൊന്ന് ലൂസായി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. തൈര് ഇപ്പോൾ ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തൈരൊക്കെ നല്ലപോലെ വറ്റി കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ തിളച്ച് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യാം. കറി ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അടുപ്പത്ത് നിന്നും മാറ്റി വെക്കാം. പിന്നെ ഈ കറി തണുത്ത് വരുന്നതിനനുസരിച്ച് ഒന്നുകൂടി കുറുകി വരും. ഇനി ഇതിലേക്ക് കുറച്ച് വറുത്തിട്ട് കൊടുക്കാം. ഒരു ചീനച്ചട്ടിയിൽ 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയം ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറുക്ക് കാളൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.